പല യുദ്ധങ്ങൾ അല്ലെങ്കിൽ വലിയ വലിയ വാർത്തകൾ ഇതൊക്കെ അന്ന് നമുക്ക് സ്വകാര്യ ചാനലുകളില്ല, ഒരു പക്ഷേ റേഡിയോയിലൂടെ കേൾക്കാം. പിന്നെ ആകെ ആശ്രയം ദൂരദർശൻ മാത്രമാണ്. അപ്പോൾ ചേച്ചി എപ്പോഴും റിപ്പോർട്ടിങ്ങിനായിട്ട് പോയിട്ടുണ്ടോ? ഏതെങ്കിലും സ്പോട്ടിൽ പോയി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ചേച്ചിയുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന സംഭവങ്ങൾ വായിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തെ പിടിച്ചു കുലുക്കിയ സംഭവങ്ങളൊക്കെയും വായിച്ചത് അങ്ങനെയുള്ള ഓർമ്മയിലുണ്ടോ? അങ്ങനെ എനിക്ക് എന്തായാലും ഒരുപാട് വാർത്തകൾ വായിച്ചിട്ടുണ്ടാവാം. ഭയങ്കര പെട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോൾ പലതവണ പറഞ്ഞിട്ടില്ല. പക്ഷേ ആ പഴയ അതൊക്കെ തന്നെയാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ. ഇപ്പം ഞാൻ പറഞ്ഞു, ഇപ്പം നെൽസൺ മണ്ടേല ജയിൽ മോചിതനായ പോലത്തെ വാർത്തകളൊക്കെ, അതൊക്കെ എന്താ പറയുക, അതൊന്നും ഒരിക്കലും മനസ്സിൽ നിന്നും ആയില്ല. കാരണം അതൊരു ചരിത്രമാണ്, ചരിത്ര സംഭവമാണ്. അതെ, യുദ്ധക്കെടുതികളാകാം, ഇപ്പം ഗൾഫ് യുദ്ധമാകാം, അല്ലെ USSRന്റെ പതനമാകാം, ഇതൊക്കെ ഞങ്ങളുടെ ഈ കാലത്തുള്ളതാണല്ലോ. പെരുമൺ ദുരന്തമാകാം, അതൊക്കെ പെരുമൺ ദുരന്തം, അങ്ങനെ പലതും, പല കാര്യങ്ങൾ. ഇപ്പോൾ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് ഇതാണ്, അങ്ങനെ. അപ്പം അത് രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടത് എനിക്ക് വായിക്കാൻ പറ്റിയില്ല. പക്ഷെ അത് കണ്ണൻ വായിച്ചു. കണ്ണനായിരുന്നു അന്ന് അത് ന്യൂസ് സ്പെഷ്യലായിട്ട് അതിനു വേണ്ടി ചെയ്തത് അതായിരുന്നു. അപ്പം അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയ ഒരുപാട്. അതെ, ഒരുപാട്. ഇപ്പോൾ ഞങ്ങളൊക്കെ വരുമ്പോൾ, ഞാൻ ഈ ടെലിവിഷൻ രംഗത്ത് വരുമ്പോൾ അത് PD-170 എന്ന് പറയുന്ന ക്യാമറയ്ക്കാണ് ഞാൻ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചിയൊക്കെ ഇങ്ങനെ ടെക്നിക്കലി ശ്രദ്ധിക്കുമായിരുന്നു, ക്യാമറ ഏതാണ്, എക്യുപ്മെന്റ്സുകൾ ഏതാണ്, അതൊക്കെ? ഈ ക്യാമറയുടെ ഒന്നും എനിക്ക് അത്ര വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ, കാരണം ഞങ്ങളുടെ അടുത്ത് വന്ന് പറയുമായിരുന്നു, ഇപ്പം പണ്ടത്തെ VHS കാസറ്റിൽ അപ്പം പഴയ എഡിറ്റിംഗ് എന്ന് പറഞ്ഞ് ഇങ്ങനെ കറക്കി. അതെ, അത് എത്ര നേരത്തെയാണ് ഒരു വിഷ്വൽ എഡിറ്റ് ചെയ്യാറ്. അതെ അതെ, അത് ക്യാമറ കൊണ്ടുവന്നു. ഇപ്പം കാരണം SSLC ആദ്യത്തെ എന്ന് പറയുന്നത് 85 മെയ്യിൽ. അപ്പം പണ്ട് ഫസ്റ്റ് റാങ്ക് ഭയങ്കര ആഘോഷമായിരുന്നല്ലോ. അതെ, അപ്പം ആ ഫസ്റ്റ് റാങ്ക് ഇല്ലാത്ത കാലം. അതെ, അപ്പോൾ ഫസ്റ്റ് റാങ്ക് അവർ ഭയങ്കര സെലിബ്രിറ്റീസ്. അപ്പോൾ ഈ ആദ്യത്തെ 85 മെയ്യിൽ ആ കുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോയത് ഞാനാണ്. ആ കുട്ടിയുടെ വീട്ടിൽ പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ പോയത് ഞാനായിരുന്നു. അപ്പോൾ അന്ന് ഇതുപോലെ ഞങ്ങൾ ക്യാമറയും ഇതും എല്ലാം തൂക്കി, കേബിളും എല്ലാം പൊക്കിയെടുത്തിട്ട് അതിൻ്റെ ബാറ്ററി. അപ്പോൾ അതൊക്കെ ഒരു കാലം അങ്ങനെ.